ഈ ഞൊണ്ടിക്കാലം വെച്ച് അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കല്യാണത്തിന് മുമ്പ് എന്നെ ഒരുപാട് നാണം കെടുത്തിയതല്ലേ. ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ അച്ഛാ? ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഒന്ന് പോ. എന്തിനാ ഇതൊക്കെ? അവിടെ നിന്ന് ഒരു ലോഡ് മാങ്ങയും പറിച്ച് വെച്ചിരിക്കണോ, ഇതാ ഇപ്പൊ വലിയൊരു ചക്കനയും വീഴ്ത്തിയിട്ടിരിക്കണോ. ഇതൊക്കെ ആര് കഴിക്കാനാ? എൻ്റെ ലക്ഷ്മിയെ, ഇത് നമുക്ക് വേണ്ടല്ലടി. എൻ്റെ മോക്ക് ഈ ചക്കിയും മാങ്ങയും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അവക്കാ. അതിന് ഏത് മോള് വരെ? കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായി. ഇന്നേ വരെയായിട്ട് ഇവിടെ ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് വന്നിട്ട് തിരിഞ്ഞു നോക്കിയവള്. ഫോണ് വിളിച്ചാൽ അവിടെ സംസാരിക്കാനും സമയമില്ല. നേരം തിരക്ക് വന്നിട്ട് അങ്ങനെ കട്ടാക്കി ഇങ്ങോട്ട് പോകും. എന്നാൽ അത് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചു വിളിക്കുവോ? കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛനും വേണ്ട അമ്മയും വേണ്ട വീടും വേണ്ട. അവൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ചക്കയും മാങ്ങയൊക്കെ പറിച്ചു വെക്കുന്നത്? അവളെ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. ഇത്രയും കാലം എൻ്റെ കുട്ടി മനസ്സമാത്തോടെ ജീവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് അവിടെ നിന്ന് സന്തോഷത്തോടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ ഈ ഓടുവരയിലൊക്കെ വന്നാ എൻ്റെ കുട്ടിക്ക് പറ്റുമോ? ഇത്രയും കാലം ഈ ഓട്ടുപരയിൽ തന്നെയല്ല അവൾ ഇരുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അവൾക്കത് കുറവായാ? എൻ്റെ മോൾ അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഈ ചക്കയ്ക്കും മാങ്ങയ്ക്കും വേണ്ടി എൻ്റെ കുട്ടി ഇത്രയും ദൂരം വരിക നമുക്കും കൊണ്ട് കൊടുക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ആ കുട്ടി ഇങ്ങോട്ട് വരുന്നില്ല പരാതി പറഞ്ഞതിന് വരെ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുമല്ലോ. നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അങ്ങോട്ട് പോകാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൾ തന്നെയല്ലേ തിരക്കാണ് ഇപ്പൊ വരണ്ട പിന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാ? കല്യാണം കഴിഞ്ഞ് ഇത്രയെല്ലാം ആയിട്ടുള്ളൂ. ആ കുട്ടികൾ എന്താ ഹലങ്ങുണ്ടോ? ട്രിപ്പിന് പോയതല്ലേ. നമുക്ക് എന്തായാലും ഈ ചക്കയും മാങ്ങയൊക്കെ ഒന്ന് കൊടുത്തിട്ട് വരിക. അപ്പൊ പോയിട്ട് എനിക്കിന്ന് തറവാട് വരെ പോണം. അമ്മൻ്റെ ആണ്ടല്ലേ. എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരെ. തിരിച്ചെത്തുമ്പോഴത്തേക്കും ഞാനും വീട്ടിൽ പോയിട്ട് വരാം. പിന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചു നോക്കണേ അവൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതൊക്കെ ഞാൻ വിളിച്ചു നോക്കാം. ഈ 2 ചാക്ക് എടുത്ത് പുറത്തിട്. 2 ചക്കയും കുറച്ച് തേങ്ങയില്ലേ എല്ലാം കൊണ്ടുപോട്ടെ. നിങ്ങൾ ഈ വയ്യാത്ത കാലും വെച്ചിട്ട് എത്രയും ദൂരം ഇതൊക്കെ കൊണ്ടുപോകാൻ നിൽക്കണ്ട. വേണമെങ്കിൽ കുറച്ച് മാങ്ങയും ആ ചക്ക വേണമെങ്കിൽ ഞാൻ വെട്ടിച്ചോളയെടുത്ത് തരാം. അതും കൊണ്ട് പോകാൻ നോക്കേ. എന്തായാലും അങ്ങോട്ട് പോകുന്നില്ലേ. പിന്നെ ഈ തേങ്ങയും 2 ചക്കയും എടുക്കാനാ ബുദ്ധിമുട്ട്. ആ സുമേഷിന്റെ ഓട്ടോറിക്ഷ പിടിച്ച് പോവാ. 10-20 കിലോമീറ്റർ ഓട്ടോറിക്ഷയും പിടിച്ച് പോകാനേ എത്ര പൈസയാന്ന് പറഞ്ഞിട്ടാ? ഈ ചക്കയും മാങ്ങയും നോക്കി ബസ്സിലൊന്നും പോകാനായില്ലേ. അത് സാരമില്ലേ. അല്ലപ്പം മോള് ചോദിച്ചാൽ എന്താ പറയാ, നീ തറവാട്ടി പോയിന്ന് പറയാല്ലേ? അതിനവൾ എന്നെ ചോദിച്ചിട്ട് വേണ്ടേ? നിങ്ങൾ ആദ്യം അങ്ങോട്ട് ചെല്ലേ. അവൾ എന്താ പറയാന്ന് ആർക്കറിയാ. എന്തായാലും പോണ്ട പറഞ്ഞാലും നിങ്ങൾ കേൾക്കണില്ലല്ലോ. അതിന് അവളെന്ത് പറയാനടി? അച്ഛനും അമ്മനെയും കണ്ട സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. ഇവളെന്തിനാ എൻ്റെ കുട്ടിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നു? മോളുടെ സ്വഭാവേ നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞതാ. അവൾ അങ്ങനെയൊക്കെ പറയും. 2 ചക്കയും കൂടി പറിച്ചാലോ? മൂത്തതൊക്കെ ഏഴയല്ലേ. കുട്ടി എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? മോളെ മോളെ മോളെ. അച്ഛനോ? ഇതെന്താ പറയാണ്ട് വന്നത്? മോളെ അച്ഛൻ കുറെ നേരമായി മോളെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ എടുക്കാത്തത്? സൈലന്റ് ആണാ? സൈലന്റ് ആയിരുന്നു. അല്ല എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? മോളെ ഇവിടെ മാവിൽ ഇപ്രാവശ്യം കുറേ മാങ്ങയുണ്ടായിരുന്നു. മാങ്ങ മാത്രമല്ല കുറച്ച് ചക്കയും തേങ്ങയൊക്കെ ആയിട്ട് അച്ഛൻ വന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വിടുന്നില്ല. നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചാൽ വിടാ പറഞ്ഞു. അതുകൊണ്ട് കുറേ നേരമായിട്ട് മോളെ വിളിക്കുന്നു, മോളെ എടുക്കുന്നില്ല. പിന്നെ വീടിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ലേ. അപ്പോൾ ഓട്ടോറിക്ഷ ആ ഗേറ്റിൽ വെച്ചിട്ട് ഇത്രത്തോളം ദൂരം നടന്നു വന്ന് കാലിന് കുറച്ച് വേദനയുണ്ട്. മോള് വന്നിട്ട് ആ സെക്യൂരിറ്റിനോട് ഒന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഇങ്ങോട്ട് അയക്കാൻ പറയുമോ? ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വന്നത്? ഈ ഞൊണ്ടി കളി വെച്ച് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കല്യാണത്തിന് മുമ്പ് കുറെ നാണം കെടുത്തതല്ലേ. ഇവിടെ ഇനി അതിനുള്ള പരിപാടിയാ? അപ്പുറം ആൾക്കാർ കാണുന്നതിന് മുമ്പേ ഒന്ന് പോയി തരുമോ? അല്ല മോളെ, നോക്കുമ്പോൾ മാങ്ങ ഇഷ്ടമല്ലേ, അപ്പം അതുകൊണ്ട്. നിങ്ങളുടെ മാങ്ങയും ചക്കൊന്നും എനിക്ക് വേണ്ട. ദയവ് ചെയ്തൊന്ന് പോയി തരുമോ? നമ്മളെ വന്ന സ്ഥിതിക്ക് മരുമോനൊന്ന് കണ്ടിട്ട് പോവാം. നിങ്ങളുടെ വരവും കത്തും മരുമോൻ ഇവിടെ ഇരിക്കല്ലേ. ഏട്ടനൊക്കെ ഓഫീസിൽ പോയി. ഒന്ന് പോവച്ചാ.
മോൾക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനിവിടെ എത്തുന്നില്ല. ശരി മോളെ. എന്റെ കാലം വെച്ച് അതൊക്കെ ഞാൻ അടിക്കാം. ഒന്ന് പോവോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്തോ. മോളെ അതാരാ വന്നേ? അത് രഘുട്ടാ പണിക്ക് ആളിനെ വേണോ ചോദിച്ചു വന്നതായിരുന്നു. പിന്നെ ഇന്നാളല്ലേ ഇവിടെ പുല്ലൊക്കെ വെട്ടിയത്, അപ്പൊ വേണ്ട അവിടെ തിരിച്ചയച്ചതാ. ഈ പണിക്കാരെയൊക്കെ ആരാ ഇങ്ങോട്ട് വിട്ടത്? ആ സെക്യൂരിറ്റി ഒന്ന് കാണട്ടെ. എന്നാ ശരി മോളെ. മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട്. നേരത്തെ എത്തിയോ നിങ്ങള്? ഞാൻ വിചാരിച്ചു മുകളുടെ അടുത്തൊക്കെ ഇരുന്നിട്ടേ നാളെ രാവിലെ വരുള്ളൂന്ന്. അവിടെ നല്ല തിരക്കായിരുന്നു, ആരും കൊണ്ടുവിടാനൊന്നും സമയമില്ല. ഞാൻ ആ ബസ്സിന് കയറി വന്നതാ. ഇതെന്താ കൊണ്ടുപോയി ചക്കയും മാങ്ങയൊക്കെയല്ലേ ഇരിക്കണേ? നിങ്ങളിപ്പോൾ കൊടുത്തില്ലേ? ആ അത് ഞാനൊരു മണ്ടത്തരം ചെയ്തു പോയേ. വിളിച്ചു നോക്കി അവിടെ ഉണ്ടെങ്കിൽ പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ ആരും ഇല്ല. ഗേറ്റൊക്കെ പൂട്ടിയിട്ട് എവിടെയോ പോയതാ. പിന്നെ ഇതൊക്കെ പുറത്ത് വെച്ചിട്ട് വന്ന വല്ല നായ്ക്കളും വലിച്ചു കീറോ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ഈ പെണ്ണിത് എപ്പോൾ വിളിച്ചാലും തിരക്കന്നെ. ഈ വയ്യാത്ത കാലം വെച്ച് ഇത്രയും ദൂരം ഓട്ടോനെ ഈ ചക്കയും മാങ്ങി കെട്ടി കൊണ്ടുപോയിട്ട് അതിന് നേരെ തിരിച്ചു കൊണ്ടുവരാ പറഞ്ഞാൽ എത്ര പൈസ ആയിട്ടുണ്ടാകും. ഞാൻ ആ പെണ്ണിനെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട, നീ ഇപ്പം വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവിടെ എത്തിയപ്പോൾ അവളെൻ്റെ മൊബൈലിലേക്ക് തിരിച്ചു വിളിച്ചു. അവർ ഇവിടെ ഇല്ലത്രേ, രണ്ടാം കൂടി പുറത്താ. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ കൊടുത്തയക്കാം. അവള് നിങ്ങളുടെ മൊബൈലിലേക്ക് വിളിച്ചാ? അത് അത്ഭുതമാണല്ലോ. അല്ല സൗണ്ടൊക്കെ എന്താ വല്ലാണ്ടിരിക്കണേ? നിങ്ങക്ക് വയ്യേ? ഒന്നുമില്ല, ഓട്ടോറിക്ഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയല്ലേ, അതിൻ്റെ ക്ഷീണ. നീ ഒരു ചായ വെച്ച് തരൂ? ആ ഞാൻ അപ്പോൾ വെച്ചുതരാം. വൈകേ കുറച്ച് വന്ന് കിടക്കേ. സന്ധ്യ, സന്ധ്യ. ആ ഏട്ടനെത്തിയോ? എടാ നമ്മുടെ പേരും പറഞ്ഞിട്ടേ ഓട്ടോറിക്ഷയിൽ ആരോ ആ ഗേറ്റിനടുത്ത് വന്നു സെക്യൂരിറ്റി പറഞ്ഞു. ആരാത്? അത് അച്ഛൻ വന്നതായിരുന്നു. അച്ഛൻ വന്നതോ? അതാ പറയണ്ടേ. അല്ല എന്നിട്ട് അച്ഛനവിടെ? അത് അച്ഛൻ അപ്പം തന്നെ പോയി. ആന്തോട് ഇത്രയും ദൂരത്ത് വന്നിട്ട് എന്നെ കാണു പോയത്? നിനക്ക് എവിടെ ഇരുത്തിക്കൂടായിരുന്നോ? ഞാൻ ജോലി കഴിഞ്ഞ കാലം കൊണ്ട് തിരിച്ചാക്കില്ലായിരുന്നോ? അതച്ഛനെ എന്തോ തിരക്കുണ്ട് പറഞ്ഞു, അതാ പെട്ടെന്ന് തന്നെ പോയത്. എന്ത്? അല്ല ആ സെക്യൂരിറ്റി പറഞ്ഞതേ ആ ഓട്ടോറിക്ഷ ഗേറ്റിനവിടെ നിന്നിട്ട് നിന്നെ കുറേ പ്രാവശ്യം വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാണ്ടേ അത് തിരിച്ചു പോയെന്നാണല്ലോ. അല്ല നീ ഫോൺ എടുത്തില്ല? അതേട്ടാ അച്ഛൻ ഈ ചക്കയും മാങ്ങി തേങ്ങയ്ക്കായിട്ടേ ഓട്ടോറിക്ഷയിൽ വന്നിരിക്കുക. ഈ റെസിഡൻസിൽ ആരെങ്കിലും ഓട്ടോ പിടിച്ചതിനകത്ത് കയറാറുണ്ടാ? അത് നമുക്ക് നാണക്കേടല്ലേ. അപ്പൊ ഞാൻ ഒന്നും വാങ്ങിക്കാണ്ട് തിരിച്ചയച്ചതാ. എന്ത്? എടാ നിന്റെ അച്ഛൻ ഇത്രയും ദൂരത്ത് സാധനം കെട്ടിക്കൊണ്ട് വന്നിട്ട് നീ തിരിച്ചയച്ചെന്നോ? എന്താ സന്ധ്യ, നിനക്ക് അതിന്റെ പ്രശ്നമുണ്ടോ? ഏട്ടൻ അച്ഛൻ്റെ കാല് കണ്ടിട്ടില്ലേ, എപ്പോഴും നൊണ്ടിയാണ് നടക്കണത്. +2 പഠിക്കുമ്പോഴൊക്കെ പിള്ളേരെന്നെ നൊണ്ടിക്കാലിൻ്റെ മോളെ വിട്ട് എത്ര കളിയാക്കിയിട്ടുണ്ടെന്നറിയോ? നാട്ടിലും സ്കൂളിലൊക്കെ ഞാൻ ഒരുപാട് നാണം കെട്ടതാ. ഇപ്പോൾ ഒന്ന് കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസമാധാനത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ നൊണ്ടി പിന്നെ എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നിരിക്കണു. ഇവിടെ ഉള്ളവരൊക്കെ VIP ആൾക്കാരല്ലേ, അവൻ്റെ മുന്നിൽ എനിക്ക് നാണക്കടഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചയച്ചത്. നീയൊക്കെ എന്തും മോളാടി. അച്ഛനമ്മയില്ലാത്ത വിഷമേ അതില്ലാത്തവരോട് ചോദിക്കണം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ പോയത് അച്ഛനമ്മയും. ഈ സ്കൂളിലൊക്കെ പാരൻസ് മീറ്റിങ്ങിന് എല്ലാവരുടെയും അച്ഛനമ്മമാരും വരുമ്പോൾ ഞാനും പെങ്ങളും മാത്രം ആരും ഇല്ലാണ്ട് എൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ പോയതിന് ശേഷം ഞങ്ങളൊരു അനാഥാലയത്തിലാണ് വളർന്നത്. പെങ്ങൾ പഠിച്ച് അവൾ കാനഡയിൽ സെറ്റായി ഇപ്പോൾ അവിടെ തന്നെയാണ്. എനിക്ക് വിദേശത്ത് നിന്ന് ഒരുപാട് ഓഫർ വന്നതാ. എന്നിട്ട് ഞാൻ എന്താ പോകേണ്ട ഇവിടെ തന്നെ നിൽക്കുന്നറിയോ?
ഇതെൻ്റെ അച്ഛനമ്മ ഉറങ്ങുന്ന മണ്ണാടി. ഇവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ പ്രസൻസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഒന്ന് പനി വന്ന് കിടക്കുമ്പോൾ ഒന്ന് അടുത്തിരിക്കാൻ കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തു തരാൻ ഒരാളില്ലാത്ത അവസ്ഥയുണ്ടല്ലോ. ഇനി നിനക്ക് എല്ലാം ഉണ്ടായിട്ടൊന്നും ഒന്നും മനസ്സിലാവാത്തത്. ജോലി സ്ഥലത്തൊക്കെ എനിക്ക് ഒരുപാട് പ്രപ്പോസൽ എന്താ, പക്ഷെ ഒന്നും ഇഷ്ടപ്പെടാണ്ട് ഇനി കല്യാണമൊന്നും വേണ്ട വെച്ചിരുന്ന. എൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഒരു പാസ്റ്റേട്ടൻ. മൂപ്പര് വഴിയാണ് നിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നത്. പെണ്ണ് കാണാൻ വന്ന സമയത്ത് നിൻ്റെ അച്ഛന് നിന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ടുണ്ടല്ലോ, അറിയാണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം പോയി. സത്യം പറയാലോ, നിൻ്റെ അച്ഛനും അമ്മയും നിന്നോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു അച്ഛനമ്മയും കിട്ടുമല്ലോ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ ഞാൻ പറയാറുള്ളത് നിൻ്റെ വീട്ടിൽ പോയി 2 ദിവസം ഇരിക്കാതെ. അപ്പോൾ നീ ഓരോ കാരണം പറഞ്ഞ് പിന്നെ പോകാണ്ട് വെറുതെ മുടങ്ങിയതല്ലേ. ഇതാ കാരണം എന്ന് എനിക്കറിയില്ലായിരുന്നു സന്ധ്യ. നിൻ്റെ സ്വഭാവം വെച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ നീ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടാവും അവളെ. എന്നിട്ട് ഒരു തരി പോലും ദേഷ്യമില്ലാണ്ട് വീണ്ടും വീണ്ടും നിൻ്റെ ബാക്കിൽ ഓടി വരുന്നില്ലേ. അതാണ് ഈ മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത്. അവരൊക്കെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചാണ്ടല്ലോ ദൈവം പോലും പൊറുക്കില്ല സന്ധ്യ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ നിൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് ആ അച്ഛനോട് പോയി സോറി ചോദിക്കുക. എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് നാളെ വർക്കുണ്ട്, അല്ലെങ്കിൽ ഞാനും വന്നേനെ. 2-3 ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി. നിന്നെ ഞാൻ വിളിക്കാൻ വരാം. സോറി ഏട്ടാ. സോറി എന്നോടല്ല, ആ പാവത്തിനോട് പോയി ചോദിക്കേ. അമ്മ, മോളെ, എടി രാവിലെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ചക്കയും മാങ്ങയൊക്കെ നിനക്ക് തരാൻ വേണ്ടിട്ടേ. അപ്പം നീ അവിടെ ഇല്ലാൻ വേണ്ട അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? അവിടുന്ന് വരുന്ന വഴിയാ? അല്ല, മോനെവിടെ? ഇല്ലമ്മ, ഏട്ടൻ വന്നിട്ടില്ല. ഞാൻ എന്തായാലും 3 ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്നെ കൂട്ടാൻ വരും. 3 ദിവസം ഇവിടെ നിൽക്കാന്നോ? ഇതിപ്പം നിന്റെ അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ സന്തോഷം കൊണ്ട് നിലത്ത് നിൽക്കില്ല. അച്ഛനെവിടമ്മ? അച്ഛൻ അവിടെ നിന്ന് വന്ന പിന്നെ എന്തോ ഒരു അസ്വസ്ഥത പോലെ. ചിലപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടക്കണുണ്ടു. എന്താ ഇപ്പം ആ കടൻ്റെ അങ്ങോട്ട് പോയുള്ളൂ, വരികയായിരിക്കും. അല്ല, നീ എന്തിനാ വന്ന കാലം നിൽക്കണത്? അവിടെ ഇരിക്കേ, അമ്മ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം. എനിക്കൊന്നും വേണ്ട അമ്മ. എന്താടി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണത്? ഒന്നുമില്ലമ്മ. അച്ഛൻ എന്തേലും പറഞ്ഞോ? എന്ത് പറയാൻ? നിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല, ഗേറ്റ് പൂട്ടിയിരിക്കണോണ്ട് തിരിച്ചു വന്നു പറഞ്ഞു. എന്താടി മോളെ? അല്ലമ്മ, എൻ്റെ ചെറുപ്പത്തിലൊന്നും അച്ഛന് കാലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. +2 കഴിഞ്ഞപ്പോഴാണ് അച്ഛനങ്ങനെ നൊണ്ടാൻ തുടങ്ങിയത്. ഞാൻ കുറേ ചോദിച്ചല്ലേ, അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയതാ. ശരിക്കും അച്ഛനെന്താ അമ്മ സംഭവിച്ചത്? മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയത് തന്നെയാ, വേറൊന്നുമല്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും നിന്നെ അറിയിക്കേണ്ടെന്ന്. പക്ഷെ ഇപ്പം നിനക്ക് കല്യാണം കഴിഞ്ഞൊരു കുടുംബമൊക്കെ ആയില്ലേ, അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. അച്ഛൻ ഒരു ദിവസം പണിക്ക് പോയ സമയത്ത് ഈ വെട്ടുകല്ലായി നടന്നപ്പോഴേ കാലൊന്ന് സ്ലിപ്പായി പോയതാ. അന്നേരം നല്ല വേദന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കൂടെ പണിയെടുക്കുന്നവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഈ കാൽമുട്ടിൻ്റെ ചിരട്ടയ്ക്ക് തീരെ ബലമില്ല, കുറേ കാലം ഒരു പണിയും ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ വലിയൊരു സർജറി ചെയ്യേണ്ടി വരുന്നു. ആ സമയത്ത് നമുക്ക് അതിനുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ മോളെ. അപ്പം ഞാൻ പറഞ്ഞതാ നിങ്ങൾ എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കും, ഞാൻ എന്തെങ്കിലും പണിക്ക് പോകാന്നുള്ളത്. ആ സമയത്ത് നീ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഏതോ വലിയ സ്കൂളിൽ തന്നെ +1 ചേരണം പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു. അവിടുത്തെ ഫീസും ബാഗും ബുക്കും യൂണിഫോമൊക്കെ ആയിട്ട്
നല്ലൊരു പൈസ വേണമായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു ഡോക്ടർമാരൊക്കെ പലതും പറയും, അതും നോക്കിയിരുന്നാൽ നമുക്ക് ജീവിക്കേണ്ടേ വിട്ടേ. കാലൊരു വലിയ തോർത്തും വലിച്ചു കിട്ടി പിന്നെയും പണിക്കിറങ്ങിയതാ. പിന്നെ എന്നിട്ട് +2 ഡിഗ്രിയും PG കല്യാണത്തിനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടേ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കണ്ട ആ കാലും വെച്ച് ആ മനുഷ്യൻ പണിക്ക് പോയത്. ഓരോ ദിവസം കഴിയുമ്പോഴും തൊണ്ടൽ കൂടി വന്നു. എങ്ങനെ നടന്നതാളാ. അപ്പം ആ ഒരു കാര്യം വലിച്ചു നടക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ട് അമ്മയ്ക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കാരണേ എവിടെ തലകറങ്ങി വീഴുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് വേണ്ടിയില്ലേ എൻ്റെ അച്ഛൻ്റെ കാലിങ്ങനെ ആയത്. മോളെ, എന്റെ കുട്ടി എപ്പോഴാ വന്ന്? അച്ഛാ 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 എന്താ മോളെ, എന്താ കരയുന്നത്? എന്തിനാണ് എന്റെ കുട്ടി കരയുന്നത്? ഒന്നുമില്ല, നിങ്ങളുടെ കാലിന് എന്താ പറ്റുന്ന മോള് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. എന്തിനാ ലക്ഷ്മി, എന്തിനതൊക്കെ പറയാൻ പോയത്? മോളെ, അച്ഛനും കുഴപ്പമില്ല, കാലിനൊരു വേദനയില്ല. അമ്മയുടെ സ്നേഹം ആരും പറയാതെ തന്നെ എല്ലാവരും കാണും. പക്ഷെ അച്ഛൻ്റെ സ്നേഹം അങ്ങനെയാണ്. അത് ആരും കാണാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ച നിധിയാണ്. സ്വന്തം വിയർപ്പുകൊണ്ട് മക്കൾക്ക് തണലൊരുക്കുന്ന ഒരാൾ, നല്ലൊരു ഉടുപ്പിനും നല്ല ഭക്ഷണത്തിനുമായി നമ്മൾ വാശി പിടിക്കുമ്പോൾ സ്വന്തം കീശയിലെ പണം തെയ്യുമെന്ന് പേടിച്ചിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്ന ഒരാൾ, നമ്മൾ വീഴാൻ പോകുമ്പോൾ താങ്ങായി നിൽക്കുന്ന ഒരു വലിയ മരം പോലെയാണ് അച്ഛൻ. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ അച്ഛനെ മറന്നു പോകാറുണ്ട്. ഒരു വാക്ക് മിണ്ടാനോ ഒരു നിമിഷം കൂടിയിരിക്കാനോ നമുക്ക് സമയം കിട്ടാറില്ല. പക്ഷെ ഓർക്കുക, ആ നെറ്റിയിലെ ഓരോ ചുളിവിലും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്. ആ കൈകളിലെ തഴമ്പിൽ നമുക്കായിട്ട് പടുത്തുയർത്തിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം അച്ഛൻ സ്നേഹമില്ലാത്തവനാകുന്നില്ല. നമ്മൾ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരാൻ വൈകിയാൽ നമ്മുടെ അമ്മമാർ നമ്മുടെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചു നോക്കും. ഒരുപക്ഷെ അച്ഛൻ ഒരു തവണ പോലും വിളിച്ചു നോക്കിയിട്ടുണ്ടായില്ല. എത്ര വൈകി വന്നാലും കരുതലോടെ നമ്മളെ നോക്കുന്ന ആ കണ്ണുകളിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. അച്ഛൻ കൂടെയുള്ളപ്പോൾ ആ തണലിൽ നമുക്ക് വിശ്രമിക്കാം. കാരണം ആ തണൽ നഷ്ടപ്പെട്ടാൽ അറിയാം പുറത്തെ വെയിലിന് എന്ത് ചൂടാണെന്നുള്ളത്. അപ്പോൾ കൂടെയുള്ളപ്പോൾ തന്നെ നമ്മുടെ അച്ഛന്മാരെ മനസ്സിലാക്കുക, അവരെ സ്നേഹിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.